ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 4-ാം തിരുവചനം. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തി. പിതാവിനോടുള്ള ഈശോയുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. ഈശോ പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തി. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിതാവ് എന്തൊക്കെ ജോലികളാണോ എന്നെ ഏൽപ്പിച്ചത് അത് പൂർത്തീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തി. പ്രിയ സഹോദര സഹോദരി, ഈ വചനത്തെ നീ ജീവിതത്തിലേക്കൊന്ന് എടുക്കണം. നിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് ചോദിച്ചാൽ, നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഏതൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഏൽപ്പിച്ചു വയ്ക്കുക, ഏതൊക്കെ ചിന്തകളാണ് ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് വിട്ടുതന്നിരിക്കുക, അതിനെല്ലാം നീ ജീവൻ കൊടുക്കുമ്പോഴാണ് നീ നിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. സഭയിലൂടെയും ഇടവകയിലൂടെയും മറ്റെല്ലാ തലത്തിലും പല രീതിയിൽ ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ദൈവം തരുന്നതിനെ പൊന്നുപോലെ പരിപാലിച്ച് അതിനെ ദൈവത്തിന് സമർപ്പിക്കണം. ജീവിതത്തിലൂടെ കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിക്കണം. അതാണ് ദൈവത്തിൻ്റെ ഹിതം നീ ജീവിതത്തിൽ ഏറ്റെടുക്കുക എന്ന് പറയുക. ദൈവഹിതത്തിന് വില കൊടുക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ നൽകിയിട്ടുള്ള എല്ലാ കൽപ്പനകളെയും ഉത്തരവാദിത്തങ്ങളെയും പാലിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാനായി, സ്വർഗത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസത്തിനും എൻ്റെ എല്ലാ കൃപകളും നന്മകളും സംരക്ഷണവും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമായ